പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ആകുമ്പോൾ നന്നാക്കി പഠിക്കുന്നുണ്ട്. ഈ ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും വിചാരിക്കുന്നുണ്ടോ? മാർക്ക് കിട്ടിയേക്കും. പറ്റുന്ന ഹെൽത്ത് ഇഷ്യൂസ് പറ്റ പോക്കിയായിരിക്കും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? എക്സാമിനൊക്കെ അടുപ്പിച്ചാകുമ്പോൾ സാറേ ഞാൻ എക്സാമിൻ്റെ അടുപ്പിച്ച് ഒരുപാട് സമയം എന്നിട്ട് എല്ലാ കുട്ടിയും 3 മണി വരെയൊക്കെ പഠിക്കുകയെ. ഈ 3 വരെ പഠിച്ച അവസ്ഥ ആലോചിച്ച് നോക്കി. കുട്ടികളെ ഹെൽത്ത് ഇഷ്യൂസാണ് ബാധിക്കുന്നത്. അത് പേരൻസായി നിങ്ങൾ വേണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ എക്സാമിൻ്റെ അടുപ്പിച്ച് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഫുൾ ടൈം ടെൻഷനൊക്കെ എങ്ങനെ മാർക്ക് കിട്ടും, മറ്റവനെക്കാട് മാർക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് രാവിലെ രാത്രിയൊക്കെ കണ്ടിന്യൂസ്ലി പഠിപ്പിക്കും. ഓക്കെ, രാത്രി 3 മണി വരെ കുട്ടികളുടെ ഹോബിയാണ്. എന്ത് രാവിലെ പുരച്ചൊരു 3 മണി വരെ വായിച്ച് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞുതരാം, അത് ചെയ്തോളി. പക്ഷേ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര ബാധിക്കും. കാരണം ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള, ഞാനൊക്കെ ഇതിൻ്റെ മുന്നേ ഈ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത ആളാണ്. എന്ത് ഞാൻ പ്രോപ്പറായിട്ട് എക്സാമിന് തലേന്ന് കൂടി പഠിക്കും. തലേന്ന് പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? എന്നിട്ട് ഞാനൊക്കെ പഠിച്ച് എക്സാമുകളിൽ പോകുമ്പോൾ ഞാൻ അവിടെ എഴുതുന്ന സമയത്ത് എനിക്കിത് കിട്ടൂല. എനിക്ക് മാത്രം ആൻസർ കിട്ടൂല. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഫേസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ഷീണം വരും, ഒന്നാം ടയർഡ്നെസ് വരും. കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്ക് തൂക്കും. ആ ഉറക്ക് തൂക്കലും ആ കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൂടി റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്നെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ടൈം ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഒരു ഏരായിട്ട് ഒരു 10 മണി, ആ 10 മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ കടന്നിട്ട് നമ്മൾ എന്താക്കണം, ഒരു 5 മണി ഒരു 5:30 എണീച്ച് നമ്മൾ വായിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വരച്ച വരെ കുത്തിയിരുന്നാണ് വായിക്കാൻ ടെൻഡൻസി കാണുന്നത്. ഒന്നാമത്തെ ഹെൽത്ത് ഇഷ്യൂസ് ബാധിക്കും. രണ്ടാമത്തെ പഠിച്ചതെല്ലാം നമുക്ക് മറന്നുപോകും. കാരണം നമ്മൾ എത്ര എഫേർട്ട്, കാരണം അതൊക്കെ ഞാൻ ഫേസ് ചെയ്ത്. ഞാൻ ഇതേപോലെയൊക്കെ വലിയൊരു ബുക്ക് എൻ്റെ ഡിഗ്രീൻ്റെ സമയത്തായിക്കോട്ടെ, പ്ലസ് ടു സമയത്തായിക്കോട്ടെ, 10ൻ്റെ സമയം, ഏത് സമയത്ത് വലിയ ബുക്കുകൾ പഠിക്കുന്ന സമയത്ത് പോയി എഴുതുന്ന സമയത്ത് എനിക്ക് പലതൊക്കെ മറന്നുപോകും. ഓക്കെ, ഇപ്പോൾ ഈ മറന്നു പോകുന്നതൊക്കെ ടേം പുസ്തകമൊക്കെ ആകുമ്പോൾ മറന്നു. അപ്പോൾ ഇതില്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് മുന്നേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ അത്ര തലേന്നേക്ക് വെച്ച് നമ്മൾ ഇത്ര പഠിച്ച് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമോ? നമുക്ക് എന്തെങ്കിലും, കാരണം അധികം കുട്ടികൾ പറയുന്ന സാധനമാണ് എക്സാമിൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ പഠിച്ച് മൈഗ്രെയിൻ വരുന്നുണ്ട് എന്നല്ലേ. എങ്ങനെ വരാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും പഠിക്കുക കുട്ടികൾ, കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം, സിമ്പിളാണ് മാർക്ക് കിട്ടുക. നമുക്കൊരു ടൈം ടേബിൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് മാർക്ക് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രാത്രി പഠനങ്ങൾ എന്താക്കുക, ഓവർ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വെരി ഡേഞ്ചർ. നിങ്ങൾക്ക് പല രോഗങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പെട്ടെന്ന് മറന്നു പോകുന്നത്, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ഇല്ലാതായിരിക്കും മറന്നു പോകും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റ് നൈറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക, ഒരു ടൈം വെച്ച് പഠിക്കുക, ബാക്കി സ്ലീപ്പ് ചെയ്യുക, ഹാപ്പിയോടെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.